ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ബീഫ് ഫ്രൈ തോറ്റു പോകുന്ന രീതിയിലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ ചിക്കൻ ഫ്രൈൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ, അധികം ഓയിലൊന്നും വേണ്ട, വല്ലാതെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തേത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതും എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളതും നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കാം, മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ക്രഷ്ഡ് കുരുമുളക് 1 സ്പൂൺ, ക്രഷ്ഡ് കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, ചിക്കൻ മസാല, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഗരം മസാല 1/4 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്നും കൂടെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കും. ഇനി അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം, എന്നാലേ മസാല ശരിക്കും അതിനകത്തേക്ക് പിടിക്കുള്ളൂ. ഇങ്ങനെ ചെറിയ നുറുക്കാക്കിയ ചിക്കൻ പീസുകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. നന്നായി മസാലയൊക്കെ അതിലായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് എടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, ചെറിയ ഉള്ളി, ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, 2-3 തണ്ട് കറിവേപ്പില. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞ ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രൈങ് പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്, ഓവർ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇപ്പം ഞാൻ ഒഴിച്ച കുറച്ച് എണ്ണ തന്നെ എടുത്തിട്ടുള്ളൂ. ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണ മതി. വേഗം തന്നെ ചിക്കൻ ഫ്രൈ ആയി കിട്ടും. ഒരുപാട് നേരം ഇട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി വല്ലാതെ കട്ടിയായി പോകണ്ട, സോഫ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് എടുത്താൽ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി അതെല്ലാം വാങ്ങിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കളറാകുമ്പോൾ നമുക്കിത് വാങ്ങാം. ഇനി അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് വഴന്ന് കിട്ടാൻ വേണ്ടി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അതൊന്ന് വഴന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് ചതച്ചത്, ക്രഷ്ഡ് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം.
ചിക്കനും ആ മസാലയിൽ കിടന്ന് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ തേങ്ങയ്ക്കകത്ത് നിന്ന് പോലും അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇത്രയും വെളിച്ചെണ്ണ നമുക്കതിലുണ്ട്. പക്ഷേ അത് ഓവറായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നൊന്നുമില്ല. ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും നല്ല ഗ്രേവി ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും. നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.